അതെ, 5000-നടുത്ത് ട്രെയിനിങ് പ്രോഗ്രാം നടത്തിയിട്ടുണ്ടെങ്കിലും ഓരോ ട്രെയിനിങ്ങും വളരെ കൗതുകത്തോടെയാണ് കൈകാര്യം ചെയ്യാറുള്ളത്. ഓരോ ട്രെയിനിങ്ങിൻ്റെയും ആവശ്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാൻ വല്ലാത്ത ഒരു അഭിനിവേശം എന്നിലെപ്പോഴും എക്സ്ട്രാ ഉണ്ട്. 3 കാര്യങ്ങളെയാണ് ഞാൻ ശ്രദ്ധിക്കുക. 1, ബിസിനസ്സിൻ്റെ ഉടമയുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങൾ എന്തെന്ന് മനസ്സിലാക്കുക എന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അടുത്തത്, സ്ഥാപനത്തിലെ ജീവനക്കാരെ പഠിച്ച് അവരിൽ വരുത്തേണ്ട മാറ്റം, അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വേണം എന്നതിനെ മനസ്സിലാക്കുക എന്നതാണ് രണ്ടാമത്തേത്. അടുത്തത്, ഈ ബിസിനസ്സിന് ഇന്നത്തെ കാലഘട്ടത്തിൽ വേണ്ടതായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതിനു വേണ്ട തിരുത്തലുകൾ എന്തൊക്കെയാണ്, അതിനനുസരിച്ച് ഉടമയിൽ സ്റ്റാഫിനകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, ബിസിനസ്സിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം, പ്രൊഡക്റ്റിനകത്ത്, മാർക്കറ്റിങ്ങിനകത്ത്, സെയിൽസിനകത്ത്, സ്ട്രാറ്റജിയിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ എന്ന കാര്യങ്ങളെ എൻ്റേതായ ഗവേഷണത്തുകൂടെ മനസ്സിലാക്കി അത് ട്രെയിനിങ്ങിൽ കൊണ്ടുവരിക എന്നതാണ് 3ാമത്തെ വിഷയം. ഈ പറഞ്ഞ 3 കാര്യങ്ങൾക്ക് വേണ്ടി അല്പം പ്രയാസപ്പെട്ട് സമയമെടുത്ത് ആ ബിസിനസ്സിനെ പഠിക്കുക എന്നത് എൻ്റെ വ്യത്യസ്തതയായി ഞാൻ കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരിക്കൽ പരിചയപ്പെട്ടൊരു ബിസിനസ് അവരുടെ ഇനിയുള്ള ആവശ്യങ്ങളിലേക്ക് സ്ഥിരം എന്നെ തന്നെ വിളിക്കുന്നതും അതുപോലെ തന്നെ അവരിലെ ഒരാളായി എന്നെ മാറ്റുന്നതും അവരുടെ ആവശ്യങ്ങളിലേക്ക്, അവരുടെ സന്തോഷങ്ങളിലേക്ക് എന്നെ ചേർക്കുന്നതും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് എൻ്റെ ഈ കർമ്മത്തിൻ്റെ പ്രത്യേകത എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു.